അങ്ങനെ വളരെ രസകരമായ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പലരും ശ്രദ്ധിച്ച കാര്യം തന്നെയാണ്, എന്നാലും അത് പറയണമെന്ന് തോന്നി. അതാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. നമ്മുടെ ശ്രീതു പുറത്താവുന്നതിന് മുൻപ്, ശ്രീതു പുറത്താവുന്നുള്ളത് ഏറെക്കുറെ കഴിഞ്ഞ ദിവസം നമ്മൾക്കൊക്കെ ഉറപ്പായിരുന്നു. കാരണം ഫിനാലെ ആയപ്പോൾ ശ്രീതുവിൻ്റെ വോട്ട് വളരെ കുറയുകയും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഫിനാലെ ആയപ്പോൾ അർജുനിലേക്ക് ആ വോട്ടുകളൊക്കെ, ശ്രീതു എന്തായാലും പുറത്താവുന്നുള്ള പലർക്കും അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീതുവിൻ്റെ വോട്ടുകളൊക്കെ കുറേയൊക്കെ അർജുനിലേക്ക് പോയി എന്നുള്ളൊരു സംശയമുണ്ട്. ഇത് പറയാൻ വന്ന ഇതൊന്നുമല്ല. ഈ പുറത്താവുന്നതിന് മുൻപേ ശ്രീതു അർജുനുമായിട്ടുള്ളൊരു സംസാരമുണ്ട്. അർജുൻ, എടാ നീ ഇവിടെ കളിക്കുന്നതൊക്കെ ഫേക്കാണ്, നിൻ്റെ റിയൽ ഫേസ് എനിക്ക് കാണണം പറഞ്ഞ ശ്രീതു വലിയ ഒച്ചത്ത് സംസാരിക്കുന്ന ശ്രീതു നമ്മൾ കണ്ടതാണ്. സാധാരണ അർജുൻ്റെ അടുത്ത് ശ്രീതു വളരെ സൈലൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾ. ഇവർ നല്ല സൗഹൃദത്തിലുള്ള രണ്ട് മത്സരാർത്ഥികളാണ് ബിഗ് ബോസിൽ, ശ്രീതു അർജുനും. റെഡിക്ക് ഒരു അർജുൻ വിന്നർ ആവട്ടെ അല്ലെങ്കിൽ ഞാനാവട്ടെ എന്നാണ് ഇവർക്കിടയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവേണ്ടത്. പക്ഷേ ശ്രീതു അങ്ങനെ പറയുമ്പോൾ അത് പുറത്തേക്ക് അർജുന് നെഗറ്റീവ് ആകുന്നുള്ള, അർജുൻ്റെ അടുത്ത സുഹൃത്തായ, അർജുൻ്റെ വലിയ കാര്യത്തിൽ കൊണ്ടുനടക്കുന്ന ശ്രീതു അത് മനസ്സിലാക്കാതെ പറഞ്ഞതാണോ, എന്നാൽ അർജുനിട്ടൊരു കൊട്ട് കൊടുത്താണോ അത് ചെയ്തതെന്തായാലും വളരെ മോശമായിപ്പോയി. കാരണം അർജുൻ എന്തോ ശ്രീധുവിൻ്റെ അടുത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്ന പോലെ അത് പറയാതെ ഒളിച്ചു വെക്കുന്നത് ബിഗ് ബോസ് ആയതുകൊണ്ട് എന്നുള്ളൊരു, എന്നിൻ്റെ റിയൽ ഫേസ് എനിക്ക് കാണണം, നീ ഇങ്ങനെയല്ല പുറത്ത് എന്നൊക്കെയുള്ള രീതിയിലാണ് ശ്രീധു സംസാരിക്കുന്നത്. അപ്പോൾ അർജുൻ അത് ചിരിച്ചുകൊണ്ട് ചമ്മിക്കൊണ്ട് വളരെ അയ്യ പിടിക്കപ്പെട്ടോ, അല്ലെങ്കിൽ ഇവളെന്തോന്നടെ പറയുന്നത്, ഞാൻ ഇങ്ങനെ തന്നെയാണ് പുറത്തും ഇവിടെയൊക്കെ എന്നുള്ള ഭാവത്തിലോ ഒരു വല്ലാത്തൊരു ഭാവത്തിൽ അർജുനായാലും മെല്ലനെ ഒഴിഞ്ഞു മാറുന്നുണ്ട്, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മളവിടെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഗെയിമിലൊക്കെ കുറച്ച് ബുദ്ധിയിട്ട് കളിക്കുന്ന ഒരു അർജുനെയാണ് കണ്ടത്. പക്ഷേ ശ്രീതു അങ്ങനെ ഒരു നല്ല സുഹൃത്ത് അങ്ങനെ പറയാൻ പാടുണ്ടോ ഈ ഫിനാലെ വീക്കിലേക്കൊക്കെ അടുക്കുമ്പോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും നിങ്ങളുടെ ഈ കാര്യത്തിൽ നിങ്ങളുടെ കമൻറ്റ് അല്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക.